അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സത്താർ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് ഹസീനയോടെല്ലാം പിണങ്ങിയിട്ട്. എന്നാൽ അവന് അവിടെ എത്തുമ്പോഴേക്കും അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അതെ, ആ സ്ത്രീയും ആ മക്കളും, അതെ അവരെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയുടെ ഉമ്മയും ഉപദ്രവിക്കും എന്ന് അവൾക്ക് നന്നായി അറിയുമായിരുന്നു അവനെ. ആ നിമിഷം തന്നെ അവൻ നേരെ തിരിച്ചു. എന്നും കാറിൽ വിളിച്ചിരുന്ന അവന് അന്ന് കാറുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം വീട്ടിലെ പഴയ കാർ എടുത്തിട്ടില്ല. പകരം അതാ സൗദിയുടെ വീട്ടിലെ ആ കാറായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കുകയായിരുന്നു. എന്നാൽ അവരെ രക്ഷിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. എന്നാൽ ഒരുപക്ഷെ അവരെ ഇറക്കി വിട്ടിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിൽ അവൻ അപ്പോൾ തന്നെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരികയാണ്. പാതി വഴിയിലെത്തിയപ്പോൾ അതാ പാവപ്പെട്ട ആ ഒരു സ്ത്രീയും 3 മക്കളും കൂടെ. ആ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. വളരെയധികം വിഷമിക്കുന്ന രീതിയിൽ അവർ അതാ നടന്ന് എങ്ങോട്ടെന്നില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സത്താർ അവരുടെ മുന്നിലെത്തി. നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? അറിയില്ല, എൻ്റെ ഭർത്താവിനെ തേടി പോവുകയാണ്. ഓ, നിങ്ങളുടെ ഭർത്താവ് ഒരുപക്ഷെ പള്ളിയിലായിരിക്കും. എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരാം. തൽക്കാലം നിങ്ങളെ ഭർത്താവ് വരുമ്പോഴേക്കും ഞാൻ നിങ്ങളെ ഒരിടത്താക്കി തരാം. എവിടെ? എങ്ങോട്ട്? അതെ, നിങ്ങൾക്കൊരു ഇഫ്താർ ഉണ്ടായിരുന്നല്ലോ, നോമ്പുതറയൊക്കെ. ആ വീട്ടിലേക്ക് ആക്കി തന്നാൽ അവിടെ ആരൊക്കെ തന്നെ ആശ്രയിച്ച് ചെന്നാലും അവരെ സ്വീകരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു പൊരി വെയിലത്ത് ഈ 3 മക്കളെയും കൊണ്ട് അതും നോമ്പ് പിടിച്ച അവസ്ഥയിൽ നിങ്ങളിങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് ആക്കിത്തരാം. പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഏതാ സത്താർ അത് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. പക്ഷേ സത്താർ സത്യസന്ധമായി പറഞ്ഞതാണോ അതോ ഇനി ചതിക്കുവാൻ വേണ്ടി പറഞ്ഞതാണോ അതൊന്നും അവർക്കറിയുന്നില്ല. അത് തന്നോട് അള്ളാഹു കരുണ കാണിച്ചതാണോ എന്ന് തന്നെ വിചാരിച്ചു. അവർ സത്താറിൻ്റെ കൂടെ ആ ഒരു ഓട്ടോയിൽ കയറി. എന്നാൽ ഈ സമയം അതാ വീട്ടിലേക്ക് വരികയായിരുന്ന ഉപ്പ അല്പസമയം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. പക്ഷേ വാതിലെല്ലാം തുറന്നിട്ട രീതിയിലാണ് നിൽക്കുന്നത്. ഹഫ്സ മോളെ, എന്താ വാതിലടയ്ക്കാതെ ഇവിടെ എങ്ങനെ? മക്കളെ. എന്നാൽ മക്കൾ ഓടിയെത്തിയില്ല, ഹഫ്സയും വന്നില്ല. പഠിച്ചോനെ, ഈ മക്കൾ ഇത് എവിടെ പോയി വാതിലൊക്കെ തുറന്നിട്ട് എന്നുള്ള രീതിയിൽ. മോളെ ഹഫ്സ വീണ്ടും പിടിച്ചു. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ ആകെ ശൂന്യമായിരുന്നു. അതെ, ഒരുപാട് പാത്രങ്ങളും അതുമിതും വലിച്ചെറിഞ്ഞ രീതിയിലുണ്ട്. പഠിച്ചോനെ, എന്തൊക്കെയാണിത് റബ്ബേ? ഭക്ഷണമെല്ലാം ആകെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ രീതിയിൽ അങ്ങനെ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ട് റബ്ബേ. അവരാരോ ഉപദ്രവിച്ചോ? അവരാരോ പിടിച്ചു കൊണ്ടുപോയോ റബ്ബേ? എനിക്കറിയുന്നില്ല. എന്ത് ചെയ്യും എന്നറിയാം പറ്റാത്ത അവസ്ഥ. അദ്ദേഹം വിങ്ങിപ്പൊട്ടിപ്പോയി. മക്കളെ. ഹഫ്സ വീണ്ടും അദ്ദേഹം വിളിച്ചു. എന്നാൽ പെട്ടെന്ന് കുഞ്ഞിക്കതിയ അവിടെ ഹാജരായി. ഹഫ്സ മക്കള്, ഇങ്ങനൊരു കുഞ്ഞിക്കതിയാ അല്ലേ മക്കളെ? ഒന്നൊരു വിളി. നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എന്തൊരു സ്നേഹമാണ്. ആ ഒരു ചെറുപ്രായക്കാരത്തിനെ കിട്ടിയപ്പോ ഇങ്ങക്ക് ഈ കിളവിയായ എന്നെയൊന്നും വേണ്ടാന്നായി അല്ലേ? കുഞ്ഞിക്കതിയ, ഈ ഒന്ന് അടങ്ങി മനസ്സമാധാനം കൊണ്ട് നീയായിട്ടല്ലേ എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്? എന്നിട്ട് നിങ്ങളൊരു വാലിയക്കാരത്തി പെണ്ണിനെയും കെട്ടി സുഖസുന്ദരമായി ഇങ്ങ് ജീവിച്ച് 2-3 മക്കളും അതിലുണ്ടായി. ഓ, എന്താ നിങ്ങളൊരു സുഖം അല്ലേ? നിങ്ങളെ വിചാരങ്ങൾ ഇപ്പോഴും ചെറുപ്രായക്കാരനാന്നാ. തന്തക്ക് പേരക്കുട്ടി വെക്കണ്. ഇപ്പോഴും തന്തൻ്റെ വിചാരം എന്താ? കിള്ളക്കുട്ടിയെ വിചാരിച്ച് നിൽക്കുകയാണ്. എന്താ ചൊറുക്കുള്ളൊരു പുതിയണ്ണ്, എവിടെ നിങ്ങളെ കണ്ടുപിടിച്ചത്? ചാടിപ്പിച്ചു കൊടുക്കുന്നതാണോ? എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതെ, ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടാക്കാൻ വന്നിട്ടില്ല. നീയായിട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതാണ്. നീ അന്ന് പറഞ്ഞില്ലേ ഈ വീട്ടിലേക്ക് നിങ്ങൾ കാലുകുത്തി പോകരുതെന്ന്? എന്നിട്ടിപ്പോൾ നിങ്ങൾ സുഖസുന്ദരമായി ജീവിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനും ഞാൻ വന്നില്ല. പറയണം, എൻ്റെ ഹഫ്സയും മക്കളും എവിടെ? ഓ, പിന്നെ ഹഫ്സയും മക്കളും അവരെ നിങ്ങൾ
വന്നോടത്തേക്ക് പോയിട്ടുണ്ടാവും കോയമ്പത്തൂർക്ക്. അല്ലാതെന്താ ആട്ടി വിട്ടു, ഇവിടെ നിർത്തൂല കേട്ടോ. അതേ, കേസ് ഞാൻ കൊടുക്കും ഇങ്ങനത്തെ ഓരോ ചെറ്റത്തിലും കാട്ടിക്കൂട്ടിയാൽ. നിങ്ങളിവിടെ നിൽക്കന്നെ വേണ്ട. നിങ്ങളെ പെണ്ണുങ്ങളെയും മക്കളൊക്കെ ഞങ്ങളോട് പറഞ്ഞയച്ചേക്കണ്. എന്താ ഓളൊരു ഗമ. ഓളിവിടെ വെച്ചുണ്ടാക്കലും വിളമ്പലും അടിച്ചോരലും തുടക്കലും. ഓ, എന്തേന്ന് ഈ വീടിൻ്റെ ഒരു കോലോ. ഞാൻ അതൊക്കെ വലിച്ച് പറിച്ചാണ്ട് ഇട്ട് ആകപ്പാടെ നിരത്തി. തലേ ദിവസം കറിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ, തക്കാളി, ഉള്ളി, പരിപ്പ്, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതാകെ കുഞ്ഞിക്കതി എടുത്ത് അവിടെ മാകെ വിതറിയിട്ടുണ്ട്. ശരിക്കും ആരെയും ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. അത്രക്കും ദയനീയ അവസ്ഥ. റബ്ബേ, എന്നാൽ കുഞ്ഞിക്കതിയ ഇത്രക്കും അനാവശ്യമായ കാര്യങ്ങൾ ഈ ചെയ്യാൻ പാടില്ലായിരുന്നു. അതേ, ഞാനല്ല ചെയ്തത്. നിങ്ങളെ പുന്നാര മരുമകന് സത്താറാണ് നിൻ്റെയൊക്കെ ഏജൻറ്റ്. അവനെ കേൾക്കണേ, കേട്ടോളി. നിങ്ങൾ രണ്ടാമത്തോളുണ്ടല്ലോ, ഓളെ കയറി പിടിക്കാൻ ചെന്നതാണ്. അല്ലാതെ ഞങ്ങളല്ല, ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ സത്താറിനെ പറഞ്ഞാൽ മതി എല്ലാത്തിനും. എന്നാൽ അത് കേട്ട് ആ പിതാവ് ഒന്ന് ഞെട്ടി. റബ്ബേ, സത്താർ. അതെ, ദാ ഹസീന ഇവിടെ വന്ന. ആ ഹസീന, എന്താ മോളെ? ഉപ്പ, സത്താറാണെല്ലാം ചെയ്തത്. സത്താറ് ഉപ്പാൻ്റെ രണ്ടാമരനോട് സത്താറിനൊരിഷ്ടം. അങ്ങനെ ഓന് ആണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. അവന് നിങ്ങളെ രണ്ടാം പേരൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതാണ് ഇതൊക്കെ. ശരിക്കും ആ പിതാവ് ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടി. അല്ലാ, നെഞ്ചുവേദന. ഓ അല്ലാ, റബ്ബേ, പഠിച്ചോനെ, അവളെ ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ അവളെ സംരക്ഷിക്കണമെന്ന് അവളുടെ പിതാവ് എനിക്ക് വാക്ക് തന്നിട്ടാണ് മരണപ്പെട്ടു പോയത്. റബ്ബേ, എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. ഇടനെഞ്ച് പൊട്ടിക്കൊണ്ട് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം അവിടെ കിടന്ന് പിടയുകയായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഉമ്മയും മകളും വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ട്, വേഗം പോര് പെണ്ണെ, എന്തെങ്കിലും ആയി തീർന്നാൽ ഇനി നമ്മളെ പേരിലാകും. അതും സത്താറിൻ്റെ പേര് കണ്ടിട്ടോ. സത്താർ ഉപദ്രവിച്ചു തന്നെ പറഞ്ഞോ. എന്നാൽ ഈ സമയം സത്താർ ഓട്ടോയിൽ അവരുമായി പോവുകയാണ്. ഒരു നിമിഷം അവൻ ചിന്തിച്ചു, ഞാൻ സത്താർ, അത് ഏറ്റവും മോശക്കാരൻ ഈ നാട്ടിൽ. എല്ലാവരും എന്നെ ആ രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആരും എന്നെ അംഗീകരിക്കില്ല, പല രീതിയിലും തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സൗദയുടെ ആൾക്കാരെല്ലാവരും ഉണ്ടാകും. പ്രത്യേകിച്ച് ഷമ്മാസ്, അവരെന്നെ കണ്ടതാണ്. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് ഞാൻ ചെന്നാൽ ഞാൻ ഇനിയും അവളെ കാണാൻ വന്നതാണെന്നോ അങ്ങനെയൊക്കെ അവർ തെറ്റിദ്ധരിക്കും. തൽക്കാലം അവരോട് ചോദിക്കുന്നു, അതെ സഹോദരി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് തൽക്കാലം ആശ്രയം അവിടെ ആക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വിളിച്ചു കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം. അതായിരിക്കും നല്ലത്. എൻ്റെ ഭാര്യയും മക്കളുമുണ്ട് അവിടെ. എന്താ? എന്നാൽ അവർക്ക് അത് കേട്ടപ്പോൾ, ആയിക്കോട്ടെ, ഞങ്ങൾ ഒരാളുടെ ഉപദ്രവത്തിലും പെടുത്താൻ ഞാൻ മതി. എൻ്റെ ഭർത്താവിന് എനിക്കൊന്ന് കണ്ടു കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. ഞാനെന്തായാലും അവിടെ ആക്കിയിട്ട് ഞാൻ അദ്ദേഹത്തെ കൂട്ടിയിട്ട് വരാം കേട്ടോ. അങ്ങനെ അതാ ആ നിമിഷം തന്നെ അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് പോകുന്നു. എടീ ഉമ്മ, ഉപ്പച്ചി, മക്കൾ അത് പറഞ്ഞു. അല്ല, ആരാ ഉപ്പച്ചിൻ്റെ കൂടെ? അതെ, ഒരു ഹിജാബ് ധരിച്ച ഒരു പെണ്ണും 2-3 കുട്ടികളും. പഠിച്ചോനെ, അവനൊന്ന് ഞെട്ടി. റബ്ബേ, ഇദ്ദേഹത്തിന് ഇനിയും ഫാമിലി ഉണ്ട് റബ്ബേ. ഇപ്പോൾ ഒരുത്തിയെ കൂടെ ജീവിക്കുകയാണെന്നൊക്കെയല്ല പറഞ്ഞു കേട്ടത്. അവൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോയി. എടി പെണ്ണേ, ഇക്ക ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഒരു സഹായം, പാവങ്ങളാണ്, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ നമ്മളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും വെറുക്കരുത്, ഒരിക്കലും സങ്കടപ്പെടരുത്. നീ ഒരു അല്പസമയത്ത് ആശ്രയം അവർക്ക് കൊടുക്കണം. നോമ്പുകാരാണ്, അതുകൊണ്ട് ഒന്ന് സ്വീകരിക്കണം. കാരണം ഇറക്കി വിട്ടുകൊടുത്തുനിന്ന് ഞാനൊരു ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം ശങ്കിച്ചു. കാരണം അന്ന് നല്ല രീതിയിലാണ് തൻ്റെ ഭർത്താവ് തന്നെയും മക്കളെയും ഊട്ടിയിലേക്ക് ടൂറ് കൊണ്ടുപോകലും എല്ലാം കഴിഞ്ഞ്. പക്ഷേ വീണ്ടും മറ്റൊരു നിക്കാഹിന് വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യം പിന്നീട് അറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോയിരുന്നു. റബ്ബേ, പഠിച്ചോനെ, എൻ്റെ മക്കളെയും ഒരുമിച്ചങ്ങ് കൊണ്ടുപോയിക്കൂടെ എന്നുവരെ അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഒന്നും
സഹിക്കാൻ കഴിയായിട്ട്. എങ്കിലും പടച്ച റബ്ബ് തന്ന ആ ഒരു ജീവൻ അത് പിരിയോളം ജീവിക്കണമല്ലോ. അല്ലാ ക്ഷമ നൽകണേ അല്ലാ. എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞാൻ തരണം ചെയ്തതാണ് റഹ്മാനെ. ഇതിലും എനിക്ക് നീ ക്ഷമ നൽക്. പാവം ആ പെണ്ണ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. എന്നാൽ ഹഫ്സയെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ഭയം തോന്നിയെങ്കിലും അവളുടെ ആ ഒരു ദയനീയമായ മുഖം കണ്ടപ്പോൾ ഇരിക്കി, ഞാൻ നോമ്പ് തുറക്കാനുള്ളതൊക്കെ അതൊന്നും വേണ്ട, എൻ്റെ ഭർത്താവിന് തിരഞ്ഞിറങ്ങിയതാണ്, പക്ഷേ എനിക്കറിയാത്ത നാടാണ്, അതുകൊണ്ട്. എന്നാൽ ആ മക്കളെ കണ്ടപ്പോഴും വല്ലാത്ത സന്തോഷം സ്നേഹത്തോടെ സ്വീകരിച്ചു. മക്കൾക്ക് ഉമ്മ ചായ ഉണ്ടാക്കി തരട്ടെ? അല്ല, അവൾക്ക് നോമ്പാണ്. മാഷാ അല്ലാ, ഇത്രയും കുഞ്ഞു മക്കൾക്ക് നോമ്പോ? സത്താറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൾക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ വല്ലാത്ത ആശ്വാസം. കുഞ്ഞിക്കതിയുടെ മുഖം അതാ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഹഫ്സ ഭയന്നു. റബ്ബേ, ആ സ്ത്രീയെ ഇനി ഒരിക്കലും കാണാതിരുന്നാൽ മതിയായിരുന്നു അല്ലാ എന്നുള്ള രീതിയിൽ അവൾ പ്രാർത്ഥിച്ചു. അവിടുന്ന് നിസ്കാരവും എല്ലാം നിർവഹിച്ച് അവൾ ഖുർആൻ പാരായണം ഓതി തുടങ്ങി. അത് മക്കളും കൂടെ ചെയ്യുന്നു. ശരിക്കും അതാ സത്താറിൻ്റെ ഭാര്യ അത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. മാഷാ അല്ലാ, എത്രമാത്രം തജ്വീദ് നിയമപ്രകാരമാണ് ആ മക്കൾ ഓതുന്നത്. ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു. പിന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അതാ സത്താർ അവരെയാക്കി നേരെ ഓട്ടോയുമായി അതാ അവരുടെ സൗദയുടെ ആ കൊച്ചു കുടിലിലേക്ക് തന്നെ പോവുകയാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ പോയി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ആ ഒരു കണ്ട കാഴ്ച, അതെ, ജീവന് വേണ്ടി പിടയുന്ന അതെ അബൂബക്കർക്ക. എന്നാൽ സത്താർ പെട്ടെന്ന് അബുക്ക, എന്താ പറ്റിയത്? ഉപ്പാ, എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ്, ഓനെ എൻ്റെ മക്കളൊന്നും ചെയ്യല്ലേ, എൻ്റെ മക്കളൊന്നും ചെയ്യല്ലേ. അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട് എന്ന് അവന് തോന്നി തുടങ്ങുകയാണ്. അദ്ദേഹം അപ്പോൾ തന്നെ അതാ അബൂബക്കറിനെ വാരിയെടുത്ത് ഓട്ടോറിക്ഷയിലേക്ക് വെച്ച്, പഠിച്ചോനെ വീണു പോകുമോ എന്നുള്ള ഭയവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു തടവായിട്ട് ഒരു പലക അവിടെ അങ്ങ് കണക്ട് ചെയ്തു. പഠിച്ചോനെ അല്ലാ കാത്തുരക്ഷിക്ക്. എന്നാൽ ജീവന് വേണ്ടി പിടയുന്ന നെഞ്ച് പൊത്തിക്കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു പിതാവിനെ അവൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് തന്നെ, എന്തായിരുന്നു ഇതെന്താ പെട്ടെന്ന് കൊണ്ടുവരുന്നു, കുറച്ച് ടൈമായല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സോറി എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാം അങ്ങനെ അത് അവനെ പഴിചാരി. എന്താ നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഈ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ ഇങ്ങനെയൊക്കെ, ഇതൊരു ഹാർട്ട് പേഷ്യൻ്റ് നിങ്ങൾക്ക് അറിയില്ലേ? അവർ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും ഇല്ല എനിക്ക്. പിന്നെന്താ മകനല്ലേ നിങ്ങൾ, അതോ മരുമകനോ എന്നുള്ള കാര്യത്തിൽ അവരുടെ വാക്കുകൾക്ക് മുഴുവൻ സത്താറ് ആകെ ടെൻഷനായിക്കൊണ്ടിരുന്നു. റബ്ബേ അല്ലാ, ആരോട് പറയും? ഒരിക്കൽ പോലും ഷമ്മാസിനോടൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വഴിയൊക്കെ ഉണ്ടാകും, പക്ഷേ ഞാൻ ഒരു തെറ്റുകാരനല്ലേ, ഞാൻ അത്രക്കും മോശക്കാരനല്ലേ, ഞാൻ എന്തൊക്കെ ചെയ്താൽ അവർക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ല. എന്നാൽ ആ സൗദയുടെ പിതാവിനെ സംരക്ഷിക്കുവാൻ സത്താർ ഒരുങ്ങുകയായിരുന്നു. അതെ, എന്തായാലും എൻ്റെ ബാപ്പയുടെ സ്ഥാനം തന്നെയല്ലേ, ഇദ്ദേഹത്തെ സംരക്ഷിക്കണം അവൻ്റെ മനസ്സിൽ തോന്നുകയാണ്. സത്താർ തോന്നി, പഠിച്ചോനെ, ഞാൻ ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്ത് നടന്ന്, ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോയാൽ നന്മയെന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലല്ല. എന്നാൽ എനിക്ക് ഇതൊരു മുതൽക്കൂട്ടാണ്. ഇങ്ങനെയെങ്കിലും എനിക്കൊന്ന് നന്നായി തീരണം, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ തന്നെ അതാ സൗദയുടെ ഉപ്പയുടെ പേര് വിളിക്കുന്നു. അബൂബക്കറിൻ്റെ കൂടെ? അതെ, ഈ മെഡിസിൻ ഒന്ന് വാങ്ങിയിട്ട് വരണം കേട്ടോ. പേഷ്യൻ്റ് കുറച്ചധികം ടെൻഷനും കൂടിയിട്ടുണ്ട്, വല്ലാണ്ട് കുറച്ച് സീരിയസ്ലി ആണ്, നമുക്ക് ശ്രമിക്കാം. എന്നാൽ അവൻ പറഞ്ഞു, സിസ്റ്ററെ, അത് എങ്ങനെയെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം സഹായം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ല, 80% ഉറപ്പില്ല, 20% മാത്രമേ ഉള്ളൂ എന്ന് നോക്കാം. എന്നാലും അങ്ങനെ ആ മെഡിസിൻ വാങ്ങുവാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ ഈ സമയം ഹഫ്സയും മക്കളും സത്താറിൻ്റെ വീട്ടിലാണ് അഭയം തേടിയിരിക്കുന്നത്. ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നോമ്പ് തുറക്കുള്ള സാധനങ്ങളെല്ലാം അപ്പോഴേക്കും സത്താറിൻ്റെ ഭാര്യ ഉണ്ടാക്കുവാൻ വേണ്ടി തുടങ്ങി. അതെ, എനിക്ക് അള്ളാഹു നൽകിയ അതിഥികളാണ്. ഈ അതിഥികൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എന്നാൽ സത്താറിൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചെയ്താലും ഇങ്ങനെയൊക്കെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സ് കാണിച്ചല്ലോ റബ്ബ. എൻ്റെ ഇക്കയെ നീ നന്നാക്കല്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തതാണ് റഹ്മാനെ എൻ്റെ ഇക്ക. എന്നാൽ എനിക്ക് ഒത്തിരി സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ സ്നേഹമുണ്ട്. എന്നോട് പറഞ്ഞിരുന്നു ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ. പക്ഷെ എന്താ അറിയില്ല, അതിനിടയ്ക്ക് വീണ്ടും വലിയ തെറ്റുകളിലേക്ക് എൻ്റെ ഇക്ക പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത്, അതെ അപ്പുറത്തുള്ള ആ ഒരു താത്ത വന്നപ്പോൾ, എടി എൻ്റെ പുതിയാപ്പിള പിന്നെയും കെട്ടിയിക്കണല്ലേ, ഏതായാലും വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇത്. എന്നാൽ അത് കേട്ടപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു. എങ്കിലും പടച്ച റബ്ബിനെ സമർപ്പിച്ചു. അല്ലാ റഹ്മാനെ, ആ മനുഷ്യന് നീ അപകടത്തിലൊന്നും പെടുത്തല്ലേ അല്ല, ചതിയിൽ പെടുത്തല്ലേ അല്ല. അതെ, എല്ലാവർക്കും ഉപകാരങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അത് എന്നാലും മറ്റേ പരിപാടിയൊക്കെ നിർത്തിക്കണ്, അതും വലിയ തന്നെ. എന്നാൽ അതെല്ലാം അവൾ ആലോചിച്ചു. ഹഫ്സയും അതാ അവളുടെ കൂടെ കുക്കിങ്ങിനെല്ലാം കൂടുന്നു. ഇത്ത ഞാനും ഹെൽപ്പ് ചെയ്യാം. വേണ്ട മോളെ, ഞാൻ തന്നെ ചെയ്തോളാം. ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. പക്ഷേ മനസ്സമാധാനം ഉണ്ടാവാറില്ല എന്ന് മാത്രം. അതെ, മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളാണ്. മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം ഞാൻ ചെയ്യും. പക്ഷേ സമാധാനം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ദിവസമെങ്കിലും. എന്താ ഇത്ത നിങ്ങളുടെ പ്രശ്നം? മോളെ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു കഥയാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നോടൊന്നും ചോദിക്കരുത്. വേണ്ട, ഞാൻ പറയുന്നില്ല. എന്തിനാ ഈ നല്ലൊരു മാസത്തിൽ നമ്മൾ പഠിച്ചവൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങണേ? ശരിക്കും ആ സ്ത്രീയുടെ കരച്ചിൽ കേട്ട ഹഫ്സക്ക് സങ്കടം വന്നുപോയി. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതും ഒന്നും തന്നെ അവരറിയുന്നില്ല. പഠിച്ചോനെ, ഇക്ക ഞങ്ങളിവിടെ ഉള്ള കാര്യം എങ്ങനെ അറിയുമാവോ? എന്നാൽ ഈ സമയം സത്താർ അതാ ഉപ്പാക്കുള്ള മെഡിസിൻസ് എല്ലാം വാങ്ങിച്ചു കൊടുത്ത് നേരെ അതാ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. ഹലോ ഇക്ക. ആ പിന്നെ അവരെവിടെ ഉണ്ട്. ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ. ആ എന്നാലേ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ അവരങ്ങോട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ. സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ. അവർ നോമ്പ് തുറക്കാനുള്ളതല്ലേ. എന്താ അവിടെ ഉള്ളത്? ഇവിടെ പത്തിരി ഉണ്ട്, പിന്നെ കടലക്കറിയുണ്ട്. ബീഫൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ആ അത് സാരല്ല, ഞാൻ അവർക്കുള്ളത് ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരാം കേട്ടോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അതാ ഒരു ഡെലിവറി ബോയ് അവരെ വന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും അത് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം അതിലിറക്കി. ആ മക്കളെല്ലാം സന്തോഷിച്ചു. എന്നാൽ തൻ്റെ ഭാര്യയോട് മാത്രം സ്വകാര്യമായി പറഞ്ഞു, അതെ പറഞ്ഞേക്ക് അവരുടെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്ക്. അവർ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയതാണെന്ന് പറഞ്ഞേക്ക്. ശരിക്കും സത്താർ ഭാര്യയോടത് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അതെ പിന്നെണ്ടല്ലോ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ ഭർത്താവ് അബൂബക്കർക്ക എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? പഠിച്ചവന് സമാധാനം. എന്തായാലും ഞങ്ങൾക്കൊരിടം നൽകിയല്ലോ. ഞങ്ങൾ തിരിച്ചു പോകും പെട്ടെന്ന് തന്നെ. കാരണം ഉപ്പയുടെ നാട് കാണാനുള്ള കൊതി കൊണ്ടും പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇൻഷാ അല്ലാ ഞങ്ങൾ പോകും. അവിടുന്ന് ഞങ്ങൾ ആരും ഇറക്കി വിടൊന്നുമില്ല. ആ കുറച്ച് ഉപദ്രവകാരികളൊക്കെ ഉണ്ടാവുമായിരുന്നു ആദ്യമൊക്കെ, ഇപ്പം അതുമില്ല. ഇപ്പം അൽഹംദുലില്ലാ കുറച്ച് പട്ടിണിയും കാര്യങ്ങളാണ്. ഇവിടുത്തെ പോലെ ഫുഡും കാര്യങ്ങളൊന്നും സജീവമായിട്ട് അതൊന്നുമില്ല. എന്നാലും ഇതുപോലത്തെ ഭയമില്ലായിരുന്നു. ഇപ്പോൾ ഇതുവരെ സത്യം പറഞ്ഞാൽ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, സാരല്ല. എന്തപ്പോൾ ചെയ്യാം, ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾ ഇവിടെ നിന്നോളൂ. ഇവിടെ അൽഹംദുലില്ലാ നിങ്ങൾ ഇറക്കി വിടാൻ ഇവിടേക്ക് ആരും വരൂല. അതെ, അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഹഫ്സക്ക് സമാധാനമായി. ആ രാത്രി അവർ അവിടെ നോമ്പ് തുറക്കുന്നു. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം, പഠിച്ചോനെ എൻ്റെ ഇക്ക എവിടെ കഴിയും എന്നതിനെക്കുറിച്ച്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഹോസ്പിറ്റലിൽ നിന്ന് അബൂബക്കറിൻ്റെ കൂടെ ആ പിന്നെ പേഷ്യൻ്റ് ആരൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ ഒന്ന് വരാം. നേരെ അതാ സത്താർ അബൂബക്കറിൻ്റെ അരികിലേക്ക് എത്തുന്നു. ഉപ്പാ മോനെ
എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കരുത് കേട്ടോ, ആരും എൻ്റെ കുട്ടികൾ. ഉപ്പ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, മക്കൾ എൻ്റെ വീട്ടിൽ സുരക്ഷിതമായിട്ടുണ്ട് കേട്ടോ, ഒരു പേടിയും പേടിക്കണ്ട മോനെ. എന്നാൽ ശരിക്കും സത്താറ് ആളാകെ അങ്ങ് മാറിയിട്ടുണ്ട്. അവൻ വിചാരിക്കുകയാണ്, റബ്ബേ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ഞാൻ ജീവിച്ചതാണ് റഹ്മാനെ, ഇനിയെങ്കിലും നല്ല വഴിയിൽ. കാരണം ഇപ്പോഴിതാ ശരിയാണ്, ആ കുഞ്ഞിക്കതിയാത്ത അവർ എന്നെ നിർബന്ധിച്ച് വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചതാണ്. എന്താ ചെയ്യുക, ഞാനൊരു ആണല്ലേ, എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അതും കെട്ടിക്കാത്ത പെണ്ണിനെ വരെ കെട്ടിക്കാൻ അവരെന്നോട് ഒരുങ്ങി. ഞാനതിലങ്ങ് പെട്ടുപോവുകയും ചെയ്തു. പക്ഷേ എന്നെ ചതിക്കുകയായിരുന്നു. അവൾ ഉള്ളിൻ്റെ ഉള്ളിലൂടെ മറ്റാർക്ക് ഫോൺ ചെയ്യാണ്. ഞാനുണ്ടാകുമ്പോൾ അത് മറച്ചു വെക്കും. പക്ഷേ ഞാനത് ശരിക്ക് കണ്ടതാണ്. അതെ, പല രാത്രികളിൽ ഞാൻ ഉറക്കം നടിച്ച് കിടന്നപ്പോൾ അവൾ എന്താ ചിരിയും കളിയും സംസാരവും. ചതിക്കുക, ഭയങ്കര കൊലച്ചതി. അയ്യേ, അപ്പോൾ തന്നെ വെട്ടി നുറുക്കാനാ തോന്നിയത്. പക്ഷേ ഞാൻ ക്ഷമിച്ചു, എന്താ ഏതാ അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് എനിക്ക് തോന്നി പഠിച്ചോ എനിക്ക് തന്ന ശിക്ഷ തന്നെയാണ് ഇതൊക്കെ. കാരണം ഞാൻ എൻ്റെ ഭാര്യയെ ഒത്തിരി കഷ്ടപ്പെടുത്തിയതാണ്. പാവം എൻ്റെ പെണ്ണിനെ അത്രക്കും പറഞ്ഞ് ഊട്ടിയിലൊക്കെ കൊണ്ടുപോയി റൂമെടുത്ത് താമസിച്ച് എല്ലാം ഞാൻ അവർക്ക് നൽകി. പക്ഷേ വീണ്ടും മറ്റൊരു നിക്കാഹിനാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. അതെ, എൻ്റെ ഭാര്യ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. കൊലം ചതി തന്നെയാണ് ഞാൻ ചെയ്തത്. റബ്ബേ എന്നോട് നീ പൊറുക്ക്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാം? ഏതായാലും എന്നാൽ ഏത് നിമിഷവും സത്താറിനെതിരെ കേസ് കൊടുക്കുവാൻ വേണ്ടി അതാ ആ ഉമ്മയും മകൾ ഹസീനയും നിൽക്കുന്നുണ്ട്. പുത്തൻ വീട് തറവാട്ടിൽ ഈ ഒരു വിധ സംഭവങ്ങളൊന്നും അറിയുന്നേയില്ല. എന്നാൽ പിറ്റേ ദിവസം ഷമ്മാസ് നേരെ അതാ പള്ളിയിലേക്ക് പോയി. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നമുക്ക് ആ മക്കൾക്കൊന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമല്ലോ, പെരുന്നാളൊക്കെ അല്ലേ. പെരുന്നാളിന് എല്ലാവരും ഡ്രസ്സ് എടുക്കുമ്പോഴേ അവർ മാത്രം എടുത്തിട്ടുണ്ടാവില്ല. അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മക്കളെയൊക്കെ കൂട്ടിയൊന്ന് പോകാം. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാ ഞാനിവിടെ മനസ്സിൽ വിചാരിച്ചു പോയതായിരുന്നു. അത് എന്തൊക്കെ തന്നെയാലും ഷാമോനെ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അല്ല ഇപ്പോൾ വേണോ അതോ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടോ? അതിന് മൂപ്പരടുത്ത് ഫോണും ഇല്ലല്ലോ. അല്ല മൂപ്പര് പള്ളിയിലും വന്നില്ലല്ലോ. ഇനിയപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ഭാര്യയും മക്കളും ഒറ്റക്കായതുകൊണ്ട് അങ്ങനെ ആയിരിക്കോ, അതുകൊണ്ടായിരിക്കോ വരാത്തത്. ഉസ്താദും ഷമ്മാസും അത് അഭിപ്രായപ്പെടുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് ഇനിയിപ്പോൾ 4-5 ദിവസം ഉണ്ടല്ലോ അല്ലേ, അപ്പോഴേക്കും ഇൻഷാ അല്ലാ എന്നാൽ പിന്നെ ശല്യപ്പെടുത്തണ്ട. അവർ മൂപ്പരോട് നീ വരുമ്പോൾ ചോദിച്ചോക്കെ, പള്ളിയിലേക്ക് വരുമ്പോൾ സ്വസ്ഥത അനുസരിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മളെ ഇഷ്ടത്തിന് വലിഞ്ഞു കയറി പോകണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നെ മൂപ്പര് കുറച്ച് പ്രായമായിട്ടുണ്ടെങ്കിലേ മൂപ്പര് ഭാര്യ ഉണ്ടല്ലോ, മൂപ്പത്തിയൊരു മൊഞ്ചത്തി പെണ്ണാണ്. കണ്ടാൽ തോന്നുകയല്ല മോളാണെന്നേ തോന്നുള്ളൂ. ശരിക്കും എല്ലാവരും മോളാന്ന് ചോദിക്കുമ്പോൾ മൂപ്പർക്ക് അതൊരു ഇടങ്ങാറാണ്. ഇനിയിപ്പോൾ നമ്മളായിട്ട് ഒരു യുവതിയായ ആ ഒരു പെണ്ണിൻ്റെ ആ വീട്ടിലേക്ക് അങ്ങനെ പോകണ്ട, അത് മോശമല്ലേ. നമ്മൾ കഴിയുന്നതിൽ നിന്ന് മാറി നിൽക്കല്ലേ നല്ലത്. കാരണം അദ്ദേഹത്തിന് ഇതൊരു വിഷമമായി തീർന്നാലോ. നമുക്ക് ചോദിക്കാം മൂപ്പരോട്, ഇങ്ങനെ മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ കയറിയാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് എടുക്കാമല്ലോ. മറ്റേത് നമ്മൾ എന്തെന്ന് വെച്ചാൽ എടുത്ത് കൊണ്ടുപോയി കൊടുത്താലും അത് വലിയ ഒരു സന്തോഷമൊന്നും ഇല്ലെങ്കിലോ. അതിനേക്കാളും നല്ലത് ആ മക്കൾക്കും അവൾക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അങ്ങനെ അയക്കാം. എന്നാൽ ഷാമോനെ അങ്ങനെ ചെയ്യാം. എന്നാലും നാളൊക്കെ വരുമായിരിക്കും. ഇന്നിപ്പോൾ കണ്ടില്ല പള്ളിയിലൊന്നും. ഇന്നിപ്പോൾ എന്താണാവോ. അങ്ങനെ അതാ ഷമ്മാസും ഉസ്താദും പിരിയുന്നു. എന്നാൽ ഉസ്താദ് സമീറയുടെ അരികിലേക്ക് അന്ന് പോയപ്പോൾ പറഞ്ഞു, സമീറ എന്തേക്ക അല്ലേ, പുത്തൻ വീട് തറവാട്ടിലേ ആരെങ്കിലൊക്കെ ആയിട്ട് പുതിയ അതിഥികളൊക്കെ വരും. അതിൽ ഞാനും നീയൊക്കെ ഒരു അതിഥി തന്നെയാണ് അല്ലേ. നീ ഒരു അതിഥി ആയിരുന്നല്ലോ. അതേക്ക സത്യമായിട്ടും അങ്ങനെ തന്നെയല്ല. ഞാൻ ഇല്ലായ്മയിൽ നിന്നാണ് അങ്ങോട്ട് കയറി ചെന്നത്. സത്യമായിട്ടും അതെ, എൻ്റെ ഭർത്താവും നാത്തൂമാരൊക്കെ എന്നെ ആട്ടിപ്പായിച്ചിട്ടും ഞാൻ ആ കൂരിരുട്ടിൽ ഇറങ്ങി പോരുകയായിരുന്നു. സത്യമായിട്ടും അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, ആ ഒരു പുലർച്ചെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് നീ എന്ന പെണ്ണിനെ ഞാൻ കണ്ടത്. അതെ, മാഷാ അല്ലാ. അത് എനിക്ക് ഏറ്റവും അനുഗ്രഹീതയായ ഒരു പെണ്ണായി, എൻ്റെ ഭാര്യയായി എൻ്റെ അരികിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഉസ്താദേ, മക്കളില്ലാതെ മച്ചിയെന്ന് വിളിച്ച എനിക്ക് ഇരട്ട കുട്ടികളെ നൽകിയ അള്ളാഹുവാണ് സത്യം. സത്യമായിട്ടും ഇത്രയധികം ഒരു നല്ലൊരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ലാ. സമീറ, നീ എൻ്റെ ഭാഗ്യമാണടി.
അതെ, ഒരു ഉമ്മയുടെ സ്നേഹം, ഒരു പെങ്ങളുടെ സ്നേഹം, ഒരു കാമുകിയുടെ സ്നേഹം, ഒരു ഭാര്യയുടെ സ്നേഹം എല്ലാം നീ എനിക്ക് നൽകുന്നു. അതെ, ഞാൻ നിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടിയായി മാറും. സത്യമായിട്ടും സെമീറ, നീ എൻ്റെ ഭാഗ്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സെമീറക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സെമീറ, പിന്നെ നമ്മുടെ സൗദിയുടെ അനിയത്തിമാരൊക്കെ, അത് സൗദിയുടെ എളാമയും മക്കളൊക്കെ, സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു തന്നെ. ആ പിന്നെ അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ അവരെ കൂട്ടി പോകണം, അവരുടെ ഉപ്പയോട് ചോദിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇൻഷാ അല്ലാ ഇനി അദ്ദേഹം സുബൈക്കൊക്കെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ഷമ്മാസിൻ്റെ പ്ലാനിങ് ഒക്കെ. ആ മക്കൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹം പുതിയ ഡ്രസ്സ് ഇടാനൊക്കെ, നല്ല പുതുപുത്തൻ ഡ്രസ്സും പെരുന്നാളൊക്കെ ആയിട്ട് ഉപ്പയുടെ നാട്ടിൽ ജീവിക്കുക. ആ മക്കൾക്ക് വല്ലാത്ത സന്തോഷം തന്നെയായിരിക്കും. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നാളെ പോകണമെന്നൊക്കെ പറയുന്നത്. എന്നാൽ അത് കേട്ടപ്പോൾ സമീറക്കും വല്ലാത്ത സന്തോഷമായി. അത് ഉസ്താദേ, സത്യമായിട്ടും നമ്മളില്ലാത്തവർക്ക് തന്നെ കൊടുക്കണം. ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. എന്നാൽ ഒരിക്കൽ പോലും അവരാരും അറിയുന്നില്ല, അതെ അവരുടെ ഭാര്യയും മക്കളും അവിടെ ഇല്ല, അവിടെ നിന്ന് കുഞ്ഞിക്കതിയാത്ത ആട്ടിപ്പറഞ്ഞയച്ചു എന്നുള്ള കാര്യം അറിയുന്നില്ല. എന്നാൽ സത്താർ വന്ന് രക്ഷിച്ചതും സത്താറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതും, അതിനിടയിൽ പിതാവ് വീട്ടിലേക്ക് വന്ന് തൻ്റെ പൊന്നുമക്കളെ കാണാതെ നെഞ്ചു പൊട്ടി ഹൃദയം പൊട്ടി വേദനിച്ച് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നതും അതൊന്നും അറിയുന്നില്ല ആരും. അദ്ദേഹം ഹോസ്പിറ്റലിൽ, അത് സത്താർ തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ അതിനിടയിൽ മറ്റെന്തൊക്കെയോ ആ കുഞ്ഞിക്കതിയാത്ത പറഞ്ഞ കാര്യങ്ങൾ ആ പിതാവിൻ്റെ നെഞ്ചിലേക്ക് വന്നു. അതെ, സത്താറാണ് നിങ്ങളെ ഭാര്യയും മക്കളെയും അങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത്. എന്നാൽ സത്താർ ആ നിമിഷം അതാ ഐസിയുവിലേക്ക് വന്ന സമയത്ത് ആ പിതാവ് കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് സത്താറിൻ്റെ മുഖമായിരുന്നു. മോനെ, ഞങ്ങൾ ഉപദ്രവിക്കരുത്, എൻ്റെ പെണ്ണ് പാവാണ്, എൻ്റെ അഫ്സ പാവാണ്, മക്കളും പാവാണ്, അവർക്ക് ആരാരും ഇല്ലാത്തതാണ്, ഉപദ്രവിക്കരുത് മോനെ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ഉപ്പ, നിങ്ങൾ എന്തേ പറയുന്നത്? മോനെ, പൊന്നു മോനെ ഉപദ്രവിക്കരുത്, എൻ്റെ കുട്ടികൾ അവരെങ്ങനെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ, എൻ്റെ കൈകളിൽ ആ പിതാവ് ഏൽപ്പിച്ചാണ്, പൊന്നു മോനെ ഉപദ്രവിക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഉപ്പ, നിങ്ങൾ എന്തേ പറയുന്നത്? ഞാൻ ഉപദ്രവിച്ചിട്ടില്ലല്ലോ മോനെ, മാപ്പ്, ഞാൻ ഒരിക്കൽ പോലും നിങ്ങളൊന്ന് ശല്യം ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം, ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി പോയിക്കോളാം, ഒരിക്കലും ഞങ്ങൾ ഉപദ്രവിക്കരുത്, പാവങ്ങളാണ്, എൻ്റെ ഹഫ്സയും മക്കളും പാവങ്ങളാണ്, ഒരാരോടും കയർത്ത് ശീലമില്ല, ആരെയും അവർ ഉപദ്രവിച്ചിട്ടില്ല, ദയവായി ഞങ്ങളെ രക്ഷിക്കണം, ഉപദ്രവിക്കരുത്. ആ പിതാവിൻ്റെ ദയനീയമായ കരച്ചിൽ കേട്ട് ശരിക്കും സത്താറിന് എന്തൊക്കെയോ തോന്നിപ്പോയി. അതെ, എന്നെക്കുറിച്ച് എന്തൊക്കെയോ വേണ്ടാതീനം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോലും ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. കാരണം കുഞ്ഞിക്കദ്യ എന്ന് പറഞ്ഞ എൻ്റെ അമ്മായിമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഹൃദയം വേദനിച്ചു പോയി. അതെ, ആ ചെറിയ മക്കളെയും ആ ഒരു പെണ്ണിനെയും തെരുവിലേക്ക് ഇറക്കി വിടാൻ മനസ്സ് കാണിച്ച കുഞ്ഞിക്കദ്യ എന്നുള്ള ആ പിശാച്ച്, റബ്ബേ, ആ പിശാച്ചിൻ്റെ ഷെറിനെ തൊട്ട് നീ കാത്തുരക്ഷിക്ക്. കൂടെ അവരുടെ ഹസീന എന്ന പേരുള്ള ചതിയത്തിയായ മകളും, അവളാണ് എന്നെ എല്ലാത്തിനും പ്രേരിപ്പിച്ചത്. സൗദി വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു എന്നോട്. എനിക്ക് ആദ്യം അവൾ ഇഷ്ടമായിരുന്നു, പക്ഷേ അതിനിടയിൽ മറ്റവൾ കയറി വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക്. അതെ, അവൾ കയ്യും കണ്ണും കാണിച്ച് എന്നെ അങ്ങ് അവളെ വശീകരിച്ചങ്ങ് എടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, മറ്റൊരുത്തന്നെ കൂടി ചാറ്റിങ്ങും കോളിങ്ങും. അതെ, എന്നെക്കുറിച്ച് എന്തൊക്കെയോ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലേ. എന്നാൽ ആ പിതാവ് അപ്പോഴും പറയുന്നു, പൊന്നു മോനെ, എൻ്റെ മക്കൾ ഉപദ്രവിക്കരുത് കേട്ടോ, എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കരുത്, പാവാണ്. ഇല്ലപ്പ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഒരു ഉപദ്രവിക്കും ഞാൻ, നിങ്ങൾ ചോദിച്ചു നോക്ക് ഞാൻ എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നുള്ളത്. മോനെ, ദയവായി ഞങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കോളാം, എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് തന്നേക്ക്, ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്നില്ല, ഞങ്ങൾ പോയിക്കോളാം. സൗദിയുടെ ഉപ്പയുടെ ദയനീയമായ ആ ഒരു നിലവിളിയിൽ ശരിക്കും സത്താറിന് എന്തൊക്കെയോ തോന്നി തുടങ്ങി. അതെ, തന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഒരിക്കൽ പോലും ഇദ്ദേഹം ഇങ്ങനെയാവില്ല എന്നുള്ളത്. എന്നാൽ ഈ സമയം അതാ സൗദയുടെ ഉമ്മയും അനിയത്തിയും, അതെ എൻ്റെ കെട്ടിയോൻ സത്താർ എവിടെ?
ആ സത്താറ് എവിടെ ഓനെ ഞാൻ വെറുതെ വിടാൻ പാടില്ല. ഓനിപ്പോൾ മുങ്ങിക്കണ് നൈസായിട്ട്. ഉമ്മ മുങ്ങിയതൊന്നല്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭയങ്കര സംശയരോഗി. ഞാൻ ആർക്കാണ് വിളിക്കണത്, ഞാൻ എവിടേക്കാണ് നോക്കണത്, ഞാൻ എന്താ പറയണത്, ഞാൻ ആരോട് സംസാരിക്കണം, ഇതൊക്കെ നോക്കി നടക്കുകയാണ്. ഭയങ്കര സംശയരോഗിയാണ് ഉമ്മ. എനിക്ക് വേണ്ട, നടക്കൂല. എടി പെണ്ണേ. അതിനിടയിൽ എന്നാൽ അതാ ആ പെണ്ണ് ചെറുതായി ഒരു തലകറക്കം പോലെ അവൾക്ക് തോന്നുന്നു. എന്നാൽ കുഞ്ഞിക്കതിയാത്ത ശരിക്കും ഞെട്ടി. പടച്ചോനെ പെട്ടല്ലോ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും സത്താറ് ഇനി നന്നാവുമോ, അതോ ഹസീനയും ഉമ്മയും കേസ് കൊടുക്കുമോ? എല്ലാം കലങ്ങി തെളിഞ്ഞ് സ്വന്തം കുടുംബത്തിലേക്ക് സത്താർ തിരിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുമോ? ഹഫ്സയും മക്കളും രക്ഷപ്പെടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.